എല്ലാവർക്കും അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അരി ഉഴുന്നും ഒക്കെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വെള്ളത്തിലിടാനായിട്ട് നമ്മൾ തലേദിവസം വെള്ളത്തിലിടാനായിട്ട് മറന്നു പോയാലും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാതിരിക്കേണ്ട. അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി അതേ ടേസ്റ്റിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.25 കപ്പ് റവ ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. 150 ml കപ്പിനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാമാന്യം പുളിയുള്ള തൈര്, ഒത്തിരി അങ്ങ് പുളി കൂടി പോകരുത്. ഒരു മീഡിയം ടൈപ്പ് പുളിയുള്ള തൈരായിരിക്കണം ഒഴിക്കുന്നത്. നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഒഴിക്കരുത്, അതിനൊട്ടും പുളിയില്ല. എന്നാലും മിൽമയുടെ തൈരാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അതിന് കുഴപ്പമില്ല, ഒരു മീഡിയം പുളിയൊക്കെ നമുക്ക് കിട്ടും. അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം തൈരെടുത്ത പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് അതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ തൈരൊഴിച്ച പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് റവയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് നമ്മൾക്ക് അതൊന്ന് മൂടി വയ്ക്കാം. അതൊന്ന് വീർത്തൊക്കെ വരണമല്ലോ, അതവിടെ ഇരിക്കട്ടെ. ആ സമയം നമ്മൾക്കൊരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തു. ആ കടുകൊന്ന് പൊട്ടി വരാറാകുമ്പോൾ ആ സമയം നമ്മൾക്ക് 1 ടേബിൾ സ്പൂണോളം പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പോ ഉഴുന്നോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമ്മൾക്കൊരു സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് പച്ചമുളക്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 2 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കി നമുക്കൊന്നൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് കുതിരാൻ വെച്ചിരിക്കുന്ന നമ്മളുടെ റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. റോസ്റ്റ് ചെയ്ത റവയായിരുന്നു ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം നമുക്കൊന്ന് റോസ്റ്റ് ആകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഒരു 2 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ആ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ആ ചൂടിൽ കിടന്ന മല്ലിയില ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ചൂടോടെ ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾക്കതൊരു ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരണമല്ലോ. അപ്പോൾ അതിന് തന്നെ ഞാൻ 2 കപ്പ് വെള്ളം കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. കുറേശ്ശെയാണ്, 2 കപ്പ് വെള്ളം ഞാൻ ആ കപ്പിലെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മതി. അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്.
ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളുടെ മാവിന്. ഒത്തിരി അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അതിനുശേഷം ഞാൻ ഇഡ്ഡലി പാത്രം, ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണയൊക്കെ തൂത്ത് ഓരോ കുഴിയിലും എണ്ണയൊക്കെ തൂത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ മാവ് അതിലേക്ക് കുറേശ്ശെ ഇതുപോലെ ഒരേ കുഴിയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ. നമ്മളുടെ അരി ഇഡ്ഡലിയെക്കാട്ടി സോഫ്റ്റ് ആയിരിക്കും ഇത്. വളരെ ടേസ്റ്റുമാണ്, സോഫ്റ്റുമാണ്. നമ്മൾ സവോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഒക്കെ വഴറ്റിയിട്ടിട്ടുണ്ടല്ലോ അതിനകത്ത്. അതുപോലെ തന്നെ കടുകും അതുപോലെ പരിപ്പും എല്ലാം റോസ്റ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് അതിനുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് തികച്ചും ഓപ്ഷനിലാണ് കുറച്ച് എള്ള, ഒരു ഹെൽത്തി ആയിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് എള്ള ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അത് കൈകൊണ്ടാകുമ്പോഴെല്ലാ സ്ഥലത്തും ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുകയാണല്ലോ, ഒരു ഭംഗിക്കും. അതുപോലെ എള്ള് നമ്മൾക്ക് ഒത്തിരി നല്ലതാണല്ലോ. നമുക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ ഉള്ളിൽ എള്ള് ചെല്ലുമ്പോൾ വളരെ ഹെൽത്തി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ എണ്ണ തൂത്ത ആ കുഴിയിലേക്ക് വീണ്ടും ആ റവയുടെ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും, ഇത്രയും സോഫ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വളരെ ടേസ്റ്റാണ്. നമുക്കിത് ചട്നിയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് കഴിക്കാം. ഞാൻ വേണമെങ്കിൽ തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. ചട്നിയൊന്നും വേണമെന്നേ ഇല്ല. ഇതിനകത്ത് എരിവും അതുപോലെ തന്നെ മസാലകളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അത് വളരെ സോഫ്റ്റുമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ അതിൻ്റെ നമുക്ക് പെട്ടെന്നൊരു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ആഗ്രഹം തോന്നുമ്പോഴേ ഇങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ അരിയുടെ ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തലേ ദിവസം അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വെച്ച് ഒക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് നമ്മൾക്ക് ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് ഇഡ്ഡലി റെഡി. അങ്ങനെ ഞാൻ അത് മുഴുവന് 2 തട്ടിലും കോരി ഒഴിച്ചു. എന്നിട്ട് ഞാൻ 2 തട്ട് മതി ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് 2 തട്ടിൽ ഒഴിച്ചിട്ട് മൂടി വെച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കണ്ടോ, നമ്മളുടെ ഇഡ്ഡലി ഇവിടെ റവ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു വെറൈറ്റി ഇഡ്ഡലി അല്ലേ, നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഇഡ്ഡലിയാണ്. ഇഡ്ഡലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ ബൈ.